ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് പോകുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളൊരു ഐഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തു. പക്ഷേ അന്ന് ഭയങ്കര മഴയും പിന്നെ അന്ന് ഒന്നിച്ച് ഓഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ പ്ലാൻ ചെയ്ത് വീണ്ടും ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫോൺ വാങ്ങണം, കൂടാതെ ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ ഒരു കറക്കം. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാൻ വിചാരിച്ചു. ഇന്ന് കാലാവസ്ഥയൊക്കെ കുഴപ്പമില്ല, ഇതേ ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണ്. പക്ഷെ പറയാൻ പറ്റിയല്ല അല്ലേ, തിരിച്ചു വരുമ്പോഴത്തേക്കും മഴയൊക്കെ ആയിരിക്കും, നിന്ന് നിൽപ്പിൽ എല്ലാം മാറും. കേസ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ എങ്ങോട്ടാണ് പോകണേ? അതെ, അപ്പോൾ നമുക്ക് കറീസിൽ പോയിട്ട് ഫോണൊക്കെ എടുക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വെനസ്ബറി കറീസിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കനോക്കുള്ള കറീസിൽ പോയായിരുന്നു. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സ്റ്റോക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അവരാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കൈയോടെ ഫോൺ എടുത്ത് പോകാമല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ കറീസിൻ്റെ ഉള്ളിലാണ്. ഫോണും കാര്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇലക്ട്രോണിക് സാധനങ്ങളാൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഗൈസ്. നമുക്ക് ഏത് സാധനം വേണേലും, ഇലക്ട്രോണിക് പരമായ ഏത് സാധനങ്ങൾ വേണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടും. 6 മാസത്തെ ഗ്യാപ്പിൽ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മുടെ ഫോണും കൊണ്ട് അതേ ആൾ വരുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഫോണ്. അതെ, നമ്മളിപ്പോൾ അങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐഫോണിന് ഉടമകളായി. അങ്ങനെ ഐഫോണൊക്കെ പിടിച്ചിട്ട് വരുന്ന വരവ് കണ്ടോ, എന്താ ചിരി നോക്കി. എങ്ങനെ ഓ വലിയ ഐഫോണിൻ്റെ ആള്. നമ്മളൊക്കെ പാവം റെഡ്മി. അങ്ങനെ ഞങ്ങളും ഒരു ഐഫോണിൻ്റെ ഉടമകളായി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐഫോണൊക്കെ വാങ്ങണം എന്ന്. പക്ഷെ അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് വിചാരിച്ചല്ല, ബട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ ഐഫോൺ എടുത്തു. ഐഫോൺ 15 Pro Max 512 GB വന്നു. ഉള്ളിൽ കയറി കാര്യം പറഞ്ഞു, ഫോൺ എടുത്തു, ബില്ല് കാര്യങ്ങളൊക്കെ അടിച്ചു, വീഡിയോ എടുത്തു, തിരിച്ചിറങ്ങി പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ അസ്തയിൽ കയറി നമ്മൾ എപ്പോഴും സാധനം വാങ്ങുന്ന കടയിൽ കയറിയിട്ട് സാധനമൊക്കെ വാങ്ങി. നമ്മൾ ഇത്രയും സാധനം എടുത്തു, പക്ഷെ നമുക്ക് ഒരു പൈസ പോലും കൊടുക്കേണ്ട വന്നില്ല. വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഈ അസ്തയിൽ നിന്ന് സാധനം എടുക്കുന്നതിൻ്റെ അസ്ത റിവാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുക്കുമ്പം നമുക്കിങ്ങനെ ഓരോ പോയിൻ്റ് കയറും. അങ്ങനെ പോയിൻ്റായിട്ട് നമുക്കൊരു ഏകദേശം ഒരു 17 പൗണ്ടോളം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ 31-ാം തീയതി വരെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു, അത് തീർത്തു. അപ്പോൾ ഫ്രീ ആയിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി ഫോണൊക്കെ വാങ്ങി, അസ്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പം നമ്മൾ പോകുന്ന, ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കുറേ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അവിടെ പോയി 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഈ വഴി നേരെ ഞാൻ ഡ്യൂട്ടിക്ക്, ഇത് സ്റ്റഫോർഡ് റോഡാണ്, ഞാനെപ്പോഴും പോകുന്ന വഴിയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ കയറാൻ പറ്റുമോ എന്നൊക്കെ. ഇത്രയും നേരം നല്ല മഴയായിരുന്നേ. മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി കാണും. ആ 10 മിനിറ്റും കൊണ്ട് നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥ, വെള്ളമൊക്കെ വറ്റി, ഈ സൈഡിൽ മാത്രം ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണുന്നുള്ളൂ. നല്ല കാലാവസ്ഥ അല്ലേ? അതെ, ഇതിപ്പോൾ തന്നെ മാറും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും, അത് വേറെ വരും. ഞാൻ പറഞ്ഞല്ലോ ടെസ്കോ ചെറുത്, അതാ ഈ കാണുന്ന ടെസ്കോ. നമ്മള് ഇതില് വന്നിട്ടുണ്ടായിരുന്നു, ഫർണിച്ചർ ഷോപ്പില്. അങ്ങോട്ടേക്ക് ഫുള്ള് ഇടത് സൈഡില് ഫുള്ള് കാടല്ലേ, അതായത് ഇപ്പൊ മരങ്ങളാണ്, അതിന്റെ ഇടയിൽ കൂടെ വഴിയും വീടൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ നോക്ക്, ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലം. ഇതുണ്ടോ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ്? ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, പക്ഷെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല അവിടെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാം മാറി. ഇത് കുറച്ച് മുന്നോട്ട് പോയാലും ഒരു സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളും ഫോണൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് കവറെടുക്കാൻ മറന്നു പോയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കവർ എടുത്തിട്ട് വരണം. നമ്മുടെ ഫോൺ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇനി വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം അതൊന്ന് ഓപ്പണൊക്കെ ആക്കി നോക്കാനൊക്കെ.
അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾക്കും ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങും. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഒരു റോസാൻ്റെ ചെടിയായിരുന്നു വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് അല്ല, നമ്മുടെ അല്ല, വാലൻറ്റൈൻസ് ഡേക്ക് നമ്മൾ ഒരു റോസിൻ്റെ ചെടി വാങ്ങിയായിരുന്നു. ഇപ്പം നമ്മളൊരു അതെ ലില്ലി അന്തൂറിയം അല്ലേ? അന്തൂറിയം അല്ല, ലില്ലി ആണോ? ഞാൻ വിചാരിച്ച അന്തൂറിയാന്ന്. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ എടുത്തത് ആണല്ലേ? അതും ചീറ്റിപ്പോയി കൈസ്. നമ്മളൊരു പൂപ്പാടം കാണാൻ പോയായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോകുമ്പം എന്നെ കാണുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അതൊക്കെ ഉദ്ദേശിച്ച് ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ പൂക്കളൊന്നുമില്ല, ചെടികൾ മാത്രമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്താക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല വെയിലും ഉണ്ട്, അതുപോലെ തന്നെ മഴയും തുള്ളാൻ തുടങ്ങി. അതെ എന്തോ അതെ കുറുക്കൻ്റെ കല്യാണം എന്നും കൂടെ പറയാൻ വന്നതാണ്. അപ്പം വേഗം സ്റ്റാൻഡേർഡ് ഓർത്തു. എന്തൊരു സന്തോഷമില്ലല്ലോ. അയ്യടാ, എന്തോ വലിയൊരു യാത്ര കഴിഞ്ഞ് വരുന്ന പോലെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫോണൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മളത് ഓപ്പൺ ആക്കാൻ പോവാണ്. ഒന്ന് എനിക്ക്, ഒന്ന് നെയ്യും ഓപ്പൺ ആയിക്കാം. അയ്യോ ഇത് വരുന്നില്ലേ ഐഫോൺ. ഗൈസ് അങ്ങനെ നമ്മള് ഫോൺ വാങ്ങി അല്ലേ? തുറന്ന് തന്നെ ഹലോ എന്നൊക്കെ ഹലോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒപ്പം. എന്നാലും ഐഫോൺ വരെ ഒരു ചാർജർ ഇതിൻ്റെ ഒപ്പം തരാത്ത മോശമായിപ്പോ അല്ലേ? ഇത് എക്സ്ട്രാ നമ്മൾ വാങ്ങേണ്ട വന്നു. കേബിള് മാത്രം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. ഇതൊക്കെ തന്നെ അല്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെടിയും കൂടെ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച്. ഇത് ഫസ്റ്റ് ഇവള് UK വന്നപ്പോൾ മേടിച്ചത്, അത് ഞാൻ വന്നപ്പോൾ മേടിച്ചത്, ഞാൻ വന്നയാന്ന് ഇവള് മേടിച്ചത്. ഇത് ഞങ്ങൾ ഇത്രയും ചെടികളായി. ഓരോ വിശേഷപ്പെട്ട ദിവസവും ഞങ്ങൾ ഓരോ ചെടികൾ വാങ്ങുന്നു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.